എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ നഴ്സിംഗ് പഠിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നഴ്സസിനും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ലിഥിയം. എന്താണ് ലിഥിയം? നമ്മുടെ 8ാം ക്ലാസ്സിൽ കെമിസ്ട്രി പഠിച്ചു തുടങ്ങുന്ന സമയം മുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഈ ലിഥിയം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കെമിസ്ട്രിയിലെ ഒരു എലമെൻ്റ് ആയിട്ടാണ് ലിഥിയം പഠിച്ചത്. അവിടെ അതിൻ്റെ അറ്റോമിക് നമ്പറും മോളിക്കുലർ മാസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നഴ്സിംഗിൽ വീണ്ടും നമ്മൾ ലിഥിയം കേൾക്കുന്നു. എവിടെയാണത്? അതായത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, അതായത് സൈക്യാട്രിയിലാണ് ഈ ലിഥിയത്തെക്കുറിച്ച് കേട്ടത്. ഇവിടെ നമ്മളതൊരു മെഡിസിൻ ആയിട്ടാണ് കേൾക്കുന്നത്, അല്ലേ? സാധാരണ നമ്മുടെ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസിന് ഉപയോഗിക്കുന്ന കുറേ ഡ്രഗ്സ് നമ്മൾ സൈക്കോ ഫാർമക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. ഓരോ ഡ്രഗ്സിനും അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ പർപ്പസും അതിൻ്റെതായ യൂസസും അതിൻ്റെ പ്രിക്കോഷൻസും ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സൈക്യാട്രിക് ഡിസോർഡർ ആയിട്ടുള്ള മേനിയ അല്ലെങ്കിൽ മേനിക് പേഷ്യൻസിന് മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഡ്രഗാണ്, പ്രധാനപ്പെട്ട ഒരു ഡ്രഗാണ് ലിഥിയം. എന്നാൽ ഈ ലിഥിയം അപ്പോൾ നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. വളരെ കോഷ്യസ് ആയിട്ട് ഒരുപാട് പ്രിക്കോഷൻസോട് കൂടി ഡോസ് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഡ്രഗാണ് ലിഥിയം. ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ല എങ്കിൽ ലിഥിയം ടോക്സിസിറ്റി ഉണ്ടാകും. യെസ്, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ലിഥിയം ആൻഡ് ലിഥിയം ടോക്സിസിറ്റി. നമുക്ക് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനോട് കൂടി തന്നെ തുടങ്ങാം. എന്താണ് മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ ആന്റി പൈററ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ട്, ആന്റി ടസീവ്സ് എന്ന് കേട്ടിട്ടുണ്ട്, ആന്റി ഹൈപ്പർടെൻസീവ്സ് എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെ? അതുപോലെ ഒരു ടൈപ്പ് ഓഫ് ഡ്രഗ്സിനെയാണ് മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. അതായത് the drugs or any medication is able to decrease vulnerability to subsequent episodes of mania or depression. മൂഡ് ഡിസോർഡേഴ്സിലുള്ള പ്രധാനപ്പെട്ട 2 ഡിസോർഡേഴ്സ് ആണ് മേനിയയും ഡിപ്രഷനിലും. മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഇത് രണ്ടും അവിടെ essay ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കുന്നതാണ്. ഒരുപാട് പ്രാധാന്യമുള്ള 2 കണ്ടീഷൻസ് തന്നെയാണ്. ഇവിടെ 2 പേഷ്യൻസിനും, ഈ മേനിക് പേഷ്യൻസിനായാലും ഡിപ്രസീവ് എപ്പിസോഡ്സ് ഉള്ള പേഷ്യൻസ് ആയാലും, അവരുടെ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ മൂഡിനാണ് പ്രശ്നം വരുന്നത്. സോ അവിടെ നമ്മുടെ മനസ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷനിലെ ഡ്രഗ്സ് ആണ് കൊടുക്കുന്നത്. പ്രധാനമായിട്ട് സൈക്യാട്രിയിൽ യൂസ് ചെയ്യുന്ന മൂഡ് സ്റ്റെബിലൈസേഴ്സ് ഏതൊക്കെയാണ്? ലിഥിയം, കാർബമസപ്പൈൻ, സോഡിയം വാൽപ്രേറ്റ്. സോ എന്തൊക്കെയാണ് പറഞ്ഞത്? ലിഥിയം, കാർബമസപ്പൈൻ, സോഡിയം വാൽപ്രേറ്റ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ. നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഈവൻ 10 മാർക്കിന്റെ എസ്സേയുടെ പാർട്ടായിട്ട് പോലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി അതല്ല, നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നഴ്സ് ആണെങ്കിൽ എല്ലാ എക്സാംസിനും ലിഥിയത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു എക്സാം ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ എക്സാംസിനും ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂഡ് സ്റ്റെബിലൈസേഴ്സ് ലിഥിയത്തിൽ നിന്നും ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് ലിഥിയത്തിലോട്ട് പോകാം. ബാക്കി 2 ഡ്രഗ്സ് നമ്മളിവിടെ പഠിക്കുന്നില്ല ഇന്ന്. പകരം നമ്മൾ ലിഥിയം മാത്രം, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ലിഥിയത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്നിവിടെ ഞാൻ പഠിപ്പിച്ചു തരും. ലിഥിയം ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ആൻഡ് പ്രിവെന്റ് എപ്പിസോഡ്സ് ഓഫ് മേനിയ ഇൻ പീപ്പിൾ വിത്ത് ബൈപോളാർ ഡിസോർഡേഴ്സ്. മേനിയ ഉള്ള പേഷ്യൻസും മേനിക് ഡിപ്രസീവ് ഡിസോർഡർ ഉള്ള പേഷ്യൻസിനും, അതായത് ചില പേഷ്യൻസിന് മേനിയ മാത്രം കാണുന്നു, ചില പേഷ്യൻസിന് മേനിയയും ഡിപ്രഷനും മാറി മാറി ഉണ്ടാകുന്നു. ഇതിൽ ഏത് പേഷ്യൻ്റ് ആയാലും അവരുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ബൈപോളാർ ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, ബൈപോളാർ ഡിസോർഡറിൻ്റെ മേനിക് എപ്പിസോഡ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ലിഥിയം. ഇറ്റ് വർക്ക്സ് ബൈ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഡിക്രീസിങ് എബ്നോർമൽ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിൻ. നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ആകാത്തത് അല്ലെങ്കിൽ സ്റ്റേബിൾ ആകാത്തത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സം അബ്നോർമൽ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിൻ. സോ വെൻ യു ആർ ടേക്കിംഗ് ദിസ് ലിഥിയം ടാബ്ലറ്റ് ഓർ വെൻ യു ആർ ഗിവിംഗ് ഫോർ ദ പേഷ്യൻറ്റ്, ഇറ്റ് വിൽ ഡിക്രീസ് ദ അബ്നോർമൽ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലുള്ള എന്ത് അബ്നോർമൽ ആക്ടിവിറ്റിയാണോ ഉണ്ടായിരുന്നത് അതിനെ സപ്രസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. മെയിനായിട്ട് ഈ ഒരു മൂഡ് ചേഞ്ചസിൻ്റെ സിംറ്റംസ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ഈ ലിഥിയം തെറാപ്പി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, എന്നാൽ ഈ ലിഥിയം കണ്ടുപിടിച്ചതിന് തന്നെ ഒരു ചരിത്രം തന്നെ ഉണ്ട്. ഒരുപാട് പണ്ട് മുതൽ ഈ ലിഥിയം ഉണ്ടായിരുന്നു.
എന്നാൽ അത്രത്തോളം പ്രാധാന്യത്തോടെ ആളുകൾ അത് അംഗീകരിച്ച് ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. നോക്കാം. 1817 ജൊഹാൻ ഓഗസ്റ്റ് എഫ് വെൽസൺ ആളാണ് ലിഥിയം ആദ്യമായിട്ട് ഒരു കെമിക്കൽ എലമെന്റ് ആയിട്ട് കണ്ടുപിടിച്ചത്. എന്നാൽ 1847 ഗറോഡ് ഇതിനെ ഗൗട്ടിന്റെ, നമ്മുടെ യൂറിക് ആസിഡിന്റെ ലെവൽ, ബ്ലഡിൽ യൂറിക് ആസിഡിന്റെ ലെവലിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഗൗട്ട് എന്ന് പറയുന്നത് അല്ലെ. ആ ഗൗട്ടിന്റെ ട്രീറ്റ്മെന്റിന് ലിഥിയം യൂസ് ചെയ്യാം എന്ന് ഗറോഡ് കണ്ടുപിടിച്ചു. എന്നാൽ 1870 സിലാസ് വെയർ ആണ് ലിഥിയം ബ്രോമൈഡ് ഒരു ആന്റി കൺവൽസന്റ് ആൻഡ് ഹിപ്നോട്ടിക്, അതായത് കൺവൽഷൻസ് ഉണ്ടാകുന്ന പേഷ്യൻസിന്, സീഷർ ഉണ്ടാകുന്ന പേഷ്യൻസിന് അത് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് തടയാൻ കൊടുക്കുന്ന ഒരു ഡ്രഗായിട്ട് ലിഥിയം യൂസ് ചെയ്യാം. ഹിപ്നോട്ടിക് ഏജന്റ് ആയിട്ട് ലിഥിയം ഹിപ്നോട്ടിക് യൂസ് ആയിട്ട് ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിച്ചു. ആരാ കണ്ടുപിടിച്ചത്? സിലാസ് വെയർ 1870-കളിൽ. എന്നാൽ 1871 വില്യം ഹമ്മോണ്ട് ആദ്യമായിട്ട് എന്തു പറഞ്ഞു? ലിഥിയം നമുക്ക് മേനിയ പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ചു. 1871 ആരാണ്? വില്യം ഹമ്മോണ്ട്. നെക്സ്റ്റ് 1894 ഫ്രെഡറിക് എന്തു പറഞ്ഞു? മെലൻകോളിക് ഡിപ്രഷൻ ഉള്ള പേഷ്യൻസിന് അത് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് തടയാൻ വേണ്ടി ഈ ലിഥിയം ഡ്രഗ്സ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. 1949 ജോൺ കെയ്ഡ് എന്ത് പറഞ്ഞു? റീഡിസ്കവേർഡ് ദ യൂസ് ഓഫ് ലിഥിയം ഫോർ മേനിയ. ഇവിടെ വില്യം ഹമ്മോണ്ട് ഇത് പറഞ്ഞുവെങ്കിൽ ഫസ്റ്റ് അതിനെ റെക്കോർഡ് ചെയ്തെങ്കിലും അത്രയും പ്രാക്ടിക്കലി അതോടെ യൂസ് ചെയ്ത് തുടങ്ങിയില്ല. എന്നാൽ 1949 വീണ്ടും എന്തു പറഞ്ഞു? മേനിയയ്ക്ക് ലിഥിയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ജോൺ കെയ്ഡ് പറഞ്ഞു. 1970-കളിലാണ് ഇത് അപ്രൂവ് ചെയ്യുന്നതിന് ശേഷമാണ് സൈക്യാട്രിക് ഡിസോർഡേഴ്സിൽ മേനിക് പേഷ്യൻസിന് ലിഥിയം ഒരു അപ്രൂവ്ഡ് ഡ്രഗായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സോ ദിസ് ഈസ് ദ ഹിസ്റ്ററി, ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ലിഥിയം. 1817 മുതൽ ഇത് കണ്ടുപിടിച്ചുവെങ്കിലും മേനിയ പേഷ്യൻസിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആയിട്ട് ലിഥിയം ഉപയോഗിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? 1970-കളിലാണ്. ഇത്രയും വർഷം അവിടെ എടുത്തു. സോ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ജസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ലിഥിയം? എങ്ങനെയാണ് ഈ ഒരു ഡ്രഗ് നമ്മുടെ ബ്രെയിനിൽ ഫങ്ഷൻ ചെയ്യുന്നത്? പല രീതിയിൽ ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ആക്ഷൻ ഓഫ് ലിഥിയം. ഒന്ന് നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ സെല്ലുകളിൽ ഇൻട്രാ സെല്ലുലാർ ചേഞ്ചസ്, സെല്ലുകൾക്കുള്ളിൽ പല ചേഞ്ചസും കൊണ്ടുവരുന്നത്. എക്സാക്ട്ലി എന്താണ് ലിഥിയം ചെയ്യുന്നതെന്ന് ആർക്കും ഇതുവരെ അറിയത്തില്ല. എന്നാൽ ഒരു ഊഹം, ഇത് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നടക്കുന്നുണ്ട്. ബ്രെയിൻ സ്ട്രക്ചറിൽ എഫക്റ്റ് ചെയ്യുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റർ മോഡുലേഷൻ സംഭവിക്കുന്നു, സെല്ലുകൾക്കുള്ളിൽ ഇൻട്രാ സെല്ലുലാർ ചേഞ്ചസ് സംഭവിക്കുന്നു. നെക്സ്റ്റ്, ഫാർമക്കോകൈനറ്റിക്സ്. ഒരു ഡ്രഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 18 to 24 hours ആണ്. ഐ ടോൾഡ് യു ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ഫോർ മേനിയ. എത്ര സമയം കഴിയുമ്പോൾ ആ ഡ്രഗ് പകുതി ഡോസായി മാറും, നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ എഫക്റ്റ് പകുതിയായി മാറും, അതിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 18 to 24 hours. നെക്സ്റ്റ്, lithium is readily absorbed with peak plasma levels occurring 2 to 4 hours after a single oral dose of lithium carbonate. ലിഥിയം ടാബ്ലറ്റിൽ കാർബണേറ്റ് ഫോമിൽ കമ്പൈൻഡ് ആയിട്ടാണ് കാണുന്നത്. ലിഥിയം കാർബണേറ്റിന്റെ ഫോമിലുള്ള ഒരു സിംഗിൾ ടാബ്ലറ്റ് നിങ്ങൾ എടുത്താൽ അത് നമ്മുടെ ബ്ലഡിൽ അബ്സോർബ് ചെയ്യും. റെഡിലി അത് കറക്റ്റ് ഡയറക്ട്ലി അതവിടെ അബ്സോർബ് ചെയ്യും. അതിൻ്റെ പീക്ക് ലെവൽ, അതിൻ്റെ മാക്സിമം ലെവൽ ഡ്രഗ് എടുത്ത് ഓറൽ ഡോസ് എടുത്തു കഴിഞ്ഞാൽ 2 മുതൽ 4 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ മാക്സിമം ഡോസ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകും. ഈ ലിഥിയം എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ലിഥിയം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് റാപ്പിഡ്ലി ഇൻ ലിവർ, കിഡ്നി, മസിൽ, ബോൺ ആൻഡ് ബ്രെയിൻ. ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ലിവർ, കിഡ്നി, മസിൽ, ബോൺ ആൻഡ് ബ്രെയിൻ. നെക്സ്റ്റ്, how this drug will be eliminated, through which part it will be eliminated? Elimination is predominantly 95%
വയ കിഡ്നി. നമ്മുടെ വൃക്ക, കിഡ്നി വഴിയാണ് 95% ഡ്രഗ്സും അല്ലെങ്കിൽ ലിഥിയവും എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അതും ഈ എക്സ്ക്രീഷൻ, അതായത് നമ്മുടെ ഈ ഒരു ലിഥിയം എക്സ്ക്രീറ്റ് ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിൽ നോർമൽ സോഡിയം ബാലൻസ് ഉണ്ടായിരിക്കണം. ഇല്ല, സോഡിയത്തിന് ഡിപ്ലീഷൻ സംഭവിച്ചാൽ ഈ ലിഥിയം എലിമിനേറ്റ് സംഭവിക്കാതെ അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകാതെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന എന്ത് പ്രോബ്ലം ഉണ്ടാകും? ലിഥിയം ടോക്സിസിറ്റി ഉണ്ടാകും. ഇത്രയും പോയിന്റ് ഒന്നുകൂടി ഒന്ന് നോക്കാം. ദ ഹാഫ് ലൈഫ് ഓഫ് ലിഥിയം ഈസ് 18 to 24 hours. ലിഥിയം ഡയറക്ട്ലി പ്ലാസ്മയിൽ 2 മുതൽ 4 മണിക്കൂറിനുള്ളിൽ ഡയറക്റ്റ് ഡോസ് എടുത്ത് 2-4 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന്റെ മാക്സിമം പീക്ക് ലെവലിൽ എത്തിച്ചേരുന്നു. ഇനി ലിഥിയം നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ലിവർ, കിഡ്നി, മസിൽ, ബോൺ ആൻഡ് ബ്രെയിൻ. ഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് എലിമിനേറ്റഡ്? 95% of lithium is eliminated through kidney. For the elimination of lithium, we need sodium balance. നമ്മുടെ ബ്ലഡിൽ നോർമൽ സോഡിയം ബാലൻസ് ഉണ്ടായിരിക്കണം. If the sodium level is decreased, it will affect the elimination of lithium and it will be deposited or accumulated in the blood and leads to lithium toxicity. സോഡിയം ലെവൽ കുറവാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ തങ്ങി നിന്ന് ലിഥിയം ടോക്സിസിറ്റി ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. എങ്കിൽ ലിഥിയം ഏതൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? പ്രധാനമായിട്ട് ലിഥിയം കാർബണേറ്റ് 300 mg ടാബ്ലറ്റ് ആയിട്ട് ലിഥിയം കാർബണേറ്റ് ഉണ്ട്. 400 mg സസ്റ്റൈൻഡ് റിലീസ്ഡ് ടാബ്ലറ്റ്സ് ലിത്തോസൺ ഉണ്ട്. പിന്നെ ലിഥിയം സിട്രേറ്റ് 300 mg per 5 ml ലിക്വിഡ് ഫോമിലും കാണപ്പെടുന്നുണ്ട്. ടാബ്ലറ്റ് ഫോമിൽ കാണപ്പെടുന്നു, ലിക്വിഡ് ഫോമിലും കാണപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ ഇതിന്റെ ഒരു ഡോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the usual range of dose per day in acute mania is 900 to 2100 mg given in 2 or 3 divided doses. നോർമലി മേനിയ ഉള്ള പേഷ്യൻസിന്, അതും അക്യൂട്ട് മേനിയ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ പെർ ഡേ എത്ര മാക്സിമം ഡോസ് വരെ കൊടുക്കാറുണ്ട്? 900 മുതൽ 2100 mg വരെ ഒരു ദിവസം മേനിയയ്ക്ക് ലിഥിയം കൊടുക്കുന്നു. അതും ഒരുമിച്ച് കൊടുക്കുകയല്ല, 2-3 ഡിവൈഡഡ് ഡോസ് ആക്കി TID-യോ BD-യോ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. The treatment is started with after serial lithium estimation is done after loading dose of 600 mg or 900 mg of lithium to determine the pharmacokinetics. പേഷ്യന്റിന് വെറുതെ അങ്ങ് ഡോസ് പറഞ്ഞു വിടുകയല്ല, ആദ്യം നമ്മൾ ഒരു ലോഡിംഗ് ഡോസ് 600 mg-യോ 900 mg-യോ ലിഥിയം കൊടുത്ത് അതിനുശേഷം ആ പേഷ്യന്റെ സീറം ബ്ലഡിൽ ലിഥിയത്തിന്റെ ലെവൽ എത്രയാണെന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഡോസ് തീരുമാനിക്കുന്നത്. എങ്കിൽ ആർക്കൊക്കെയാണ്? മേനിയ ഉള്ളവർക്ക് മാത്രമാണോ നമ്മൾ ഈ ഒരു ഡ്രഗ് കൊടുക്കുന്നത്? അല്ല, മറ്റു പല ഡിസോർഡേഴ്സിനും ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഈ ലിഥിയം ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് മറ്റു ഇൻഡിക്കേഷൻസ്? അക്യൂട്ട് മേനിയ, പ്രൊഫിലാക്സിസ് ഫോർ ബൈപോളാർ ആൻഡ് യൂണിപോളാർ മൂഡ് ഡിസോർഡേഴ്സ്, സ്കീസോ എഫക്റ്റീവ് ഡിസോർഡേഴ്സ്, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ബുലിമിയ നെർവോസ, ബിഞ്ച് ഡ്രിങ്കിങ്, ക്ലസ്റ്റർ ഹെഡേക്ക്, ന്യൂട്രോപീനിയ, പിന്നെ സൈക്ലോത്തിമിയ, ഇമ്പൾസിവിറ്റി ആൻഡ് അഗ്രഷൻ, ട്രൈക്കോട്ടിലോമേനിയ. അതൊരു പുതിയ പേരായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു, പക്ഷെ ഇത് ഓർത്തിരിക്കുക, ഇങ്ങനെ ഒരു അസുഖമുണ്ട്. ട്രൈക്കോട്ടിലോമേനിയ എന്ന് പറയുന്ന ഡിസീസിനും ഈ ഒരു ലിഥിയം കൊടുക്കുന്നുണ്ട്. സോ വാട്ട് ആർ ദ ഇൻഡിക്കേഷൻസ് ഓഫ് ലിഥിയം? അക്യൂട്ട് മേനിയ, പ്രൊഫിലാക്സിസ് ഫോർ ബൈപോളാർ ആൻഡ് യൂണിപോളാർ മൂഡ് ഡിസോർഡേഴ്സ്, സ്കീസോ എഫക്റ്റീവ് ഡിസോർഡേഴ്സ്, borderline personality disorder, bulimia nervosa, binge drinking, cluster headache, neutropenia, cyclothymia, impulsivity and aggression, trichotillomania. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും ഡിസോർഡേഴ്സിന് ഈ ഡ്രഗ്സ് കൊടുക്കുമെങ്കിൽ, ഈ ഒരു ലിഥിയം കൊടുക്കുമെങ്കിൽ, ചില ഡ്രഗ്സ് ചില പേഷ്യൻസിന് കൊടുക്കാറില്ല. അതിനെ നമ്മൾ എന്ത് പറയുന്നു? Contraindications. This lithium is not allowed for a patients with a cardiovascular diseases, concomitant use of diuretics, defibrillation or dehydration, debilitation, renal diseases, sodium depletion, pregnancy. ഇതെല്ലാം ഉള്ള പേഷ്യൻസിന്, അതായത് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ഡയറോട്ടിക്സ് കൊടുക്കുന്ന പേഷ്യൻസ് ആണോ, ഡെബിലിറ്റേഷൻ ഉള്ള പേഷ്യൻസ് ആണോ, ഡീഹൈഡ്രേഷൻ ഉള്ള പേഷ്യൻസ് ആണോ, സോഡിയം കുറവുള്ള പേഷ്യൻസ് ആണോ, റീനൽ ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണോ,
പ്രഗ്നന്റ് വുമൺ ആണോ, അവർക്ക് ലിഥിയം യൂഷ്വലി സജസ്റ്റ് ചെയ്യാറില്ല. സോ നൗ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് മീൻ ബൈ ലിഥിയം, for what patient we are using, how it is working in our body, what form it is available, for what patient, which patient we are giving these drugs, and for which patient we should not give this drug. Next, ഈ ഡ്രഗ് കണ്ടിന്യൂസ്ലി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മളിത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇത് ലിഥിയം ടോക്സിക് ലെവലിലോട്ട് എത്തുകയും അത് മരണകാരണത്തിന് ആകുകയും ചെയ്യുന്നു. It is very dangerous drug if it comes to toxic level. ഒരുപാട് ഉപയോഗമുള്ള ഡ്രഗ് ആണെങ്കിൽ പോലും അധികമായി കഴിഞ്ഞാൽ ഇതൊരു ജീവൻ എടുക്കാൻ സാധിക്കും. ഓക്കെ, സോ എന്താണ് ലിഥിയം ലെവൽ അല്ലെങ്കിൽ ലിഥിയം ടോക്സിസിറ്റി എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? മൈൽഡ് ലിഥിയം ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഇത് ബ്ലഡിലെ ലെവല് 1.5 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് എത്തുന്നത്, അതിനെ മൈൽഡ് ടോക്സിക് എന്നോ അല്ലെങ്കിൽ മൈൽഡ് ലിഥിയം ടോക്സിസിറ്റി എന്നും, ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 2 MEQ, ദാറ്റ് മീൻസ് മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ, അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ മോഡറേറ്റ് ടോക്സിസിറ്റി എന്നും, എന്നാൽ 3 MEQ-നേക്കാളും കൂടുതൽ പെർ ലിറ്ററിൽ 3 MEQ മില്ലി ഇക്വലന്റ് പെറിനേക്കാൾ കൂടുതൽ ലെവല് ലിഥിയം വന്നാൽ അതിനെ എന്ത് പറയുന്നു? ഇറ്റ് ഇസ് എ സിവിയർ ടോക്സിസിറ്റി, ദാറ്റ് ഈസ് മെഡിക്കൽ എമർജൻസി. You understood what are the levels of lithium toxicity? Mild means more than 1.5, moderate means more than 2, severe means more than 3. Next, what are the adverse effects of lithium? ലിഥിയം എടുക്കുമ്പോൾ ഏതൊരു ഡ്രഗ്സിനും ചെറിയ തരത്തിലുള്ള സൈഡ് എഫക്ട്സും അഡ്വേഴ്സ് എഫക്ട്സും ഒക്കെ ഉണ്ടാകാതിരിക്കാം. എന്നാൽ ലിഥിയത്തിൽ ഉണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്ട്സുകൾ, 1 ല്യൂക്കോസൈറ്റോസിസ്, 2 ഇൻസിപ്പിഡസ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്, 3 ട്രെമേഴ്സ് ഓർ ടെററ്റോജെനിസിറ്റി, 4 ഹൈപ്പോതൈറോയിഡിസം, 5 ഇൻക്രീസ്ഡ് വെയിറ്റ് ഗെയിൻ, 6 വോമിറ്റിംഗ്, 7 ECG changes, agnia. These are the adverse effects can be occurred for the lithium taking patients. What are they? Leukocytosis, diabetic insipidus, tremors, teratogenicity, hypothyroidism, increased weight gain, vomiting, ECG changes, agony. Next, what are the systemic പ്രോബ്ലംസ് ഈ ഒരു ലിഥിയം എടുക്കുന്ന പേഷ്യൻസിന് ഉണ്ടാകുന്ന സിസ്റ്റം വൈസുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ന്യൂറോളജിക്കലി പേഷ്യൻസിന്, അതായത് അഡ്വേഴ്സ് എഫക്ട്സ് തന്നെയാണിത് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് പോലെയാണ്. ട്രെമർ, മോട്ടോർ ഹൈപ്പർ ആക്ടിവിറ്റി, മസ്കുലാർ വീക്ക്നെസ് ഉണ്ടാകുന്നു, കോഗ്വീൽ റിജിഡിറ്റി ഉണ്ടാകുന്നു, സീഷേഴ്സ് ഉണ്ടാകുന്നു, ന്യൂറോടോക്സിസിറ്റി ഉണ്ടാകുന്നു. വാട്ട് ആർ ദ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒക്കറിംഗ് ഇൻ ലിഥിയം ടേക്കിംഗ് പേഷ്യന്റ്? ട്രെമർ, മോട്ടോർ ഹൈപ്പർ ആക്ടിവിറ്റി, muscular weakness, cogwheel rigidity, seizures, neurotoxicity. മറ്റ് റീനൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്? പോളിഡിപ്സിയ, പോളിയൂറിയ, ട്യൂബുലാർ എൻലാർജ്മെന്റ്, നെഫ്രൈറ്റിക് സിൻഡ്രോം. കാർഡിയോവാസ്കുലർ പ്രോബ്ലംസോ? ടി വേവ് ഡിപ്രഷൻ അവിടെ ഉണ്ടാകും നമ്മുടെ ECGയിൽ. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനിലോ? നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ, അബ്ഡോമിനൽ പെയിൻ, മെറ്റാലിക് ടേസ്റ്റ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സൈൻ asked for many exams. ലിഥിയം എടുക്കുന്ന പേഷ്യന്റിന് മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാകുന്നു എങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ആണ് അവിടെ എടുക്കേണ്ട ആക്ഷൻ? അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് മൗത്തിൽ മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാകുന്നു എങ്കിൽ താഴെ പറയുന്നതിൽ ഏത് ഡ്രഗ് ആയിരിക്കാം ആ പേഷ്യന്റ് എടുക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ലിഥിയം എടുക്കുന്ന പേഷ്യൻസിന് മെറ്റലിൻ്റെ ഒരു ചുവ നമ്മുടെ നാവിൽ അല്ലെങ്കിൽ നമുക്കൊരു സെൻസേഷൻ അവിടെ ഉണ്ടാകും. നെക്സ്റ്റ്, എൻഡോക്രൈൻ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അബ്നോർമൽ തൈറോയ്ഡ് ഫംഗ്ഷൻ, ഗോയിറ്റർ, വെയിറ്റ് ഗെയിൻ. പ്രഗ്നൻസി, ലാക്ടേഷനിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം? ടെററ്റോജനിക് പോസിബിലിറ്റി കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ഓഫ് എബ്സ്റ്റീൻ അനോമലി, സെക്രീറ്റ്സ് ഇൻ മിൽക്ക് ആൻഡ് കോസസ് ടോക്സിസിറ്റി ഇൻ ഇൻഫന്റ്. മുലയൂട്ടുന്ന അമ്മമാരുടെ ലിഥിയം എടുത്തു കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങൾ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നതിന്, മറ്റ് കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കുന്നതിനും കാരണമാകാം. നെക്സ്റ്റ്, സ്കിന്നിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം? ആഗ്നിഫോം ഇറപ്ഷൻസ്, നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തെല്ലാം ചെറിയ ചുവന്ന് തടിച്ചിട്ടുള്ള പാപ്യൂൾസ് നമുക്ക് കാണാൻ പറ്റും. പാപ്പുലാർ ഇറപ്ഷൻസ് ആൻഡ് എക്സാസർബേഷൻസ് ഓഫ് സോറിയാസിസ് അവിടെ ഉണ്ടാകാം.
ഇനി ലിഥിയം ടോക്സിസിറ്റി, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ഒന്ന് നോക്കാം. ലിഥിയം ടോക്സിസിറ്റി ഈസ് അനദർ ടേം ഫോർ എ ലിഥിയം ഓവർഡോസ് ഓർ പോയ്സണിങ്. ലിഥിയത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ എന്ത് തന്നെ ആയാലും നല്ലതാണെങ്കിൽ പോലും, എത്ര തന്നെ നല്ലതെന്ന് പറഞ്ഞാലും ഒരു ലെവൽ കഴിഞ്ഞാൽ എന്തും അബദ്ധമാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. സോ ലിഥിയവും അതുപോലെ തന്നെയാണ്. നോർമൽ ആയാൽ ഇത് നമുക്ക് നല്ലതാണ്, ഇനി അതിനേക്കാൾ കൂടുതലായാൽ നമ്മളെ അത് കൊല്ലാനും മതി. ലിഥിയം ടോക്സിസിറ്റി ഈസ് അനദർ ടേം ഫോർ എ ലിഥിയം ഓവർഡോസ് ഓർ ലിഥിയം poisoning. Lithium is similar to sodium. In addition, lithium may inhibit the release of monoamines from nerve endings and increase their uptake. ലിഥിയം എന്ത് ചെയ്യുന്നു? അവിടെ മോണോ അമൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അവിടെ റിലീസ് ചെയ്യുന്നതിനും അത് ഇതിൻ്റെ റീഅപ്ടേക്ക്, നമ്മുടെ ലിഥിയത്തിൻ്റെ റീഅപ്ടേക്ക് കൂട്ടുന്നതിനും കാരണമാകുന്നു. ലിഥിയം തന്നെ പലതരത്തിൽ പോയ്സണിങ് ഉണ്ട്. അക്യൂട്ട് പോയ്സണിങ് ഉണ്ട്, ക്രോണിക് പോയ്സണിങ് ഉണ്ട്, അല്ലെങ്കിൽ ക്രോണിക് ഓർ തെറാപ്യൂട്ടിക് പോയ്സണിങ്ങും വരുന്നുണ്ട്. പല ലെവൽ അനുസരിച്ച്. എന്തൊക്കെയാണ് ടോക്സിസിറ്റിയുടെ സിംറ്റംസ്? മൈൽഡ് മോഡറേറ്റ് ടോക്സിസിറ്റി ആണെങ്കിൽ ആ പേഷ്യൻസിന് ജനറലൈസ്ഡ് വീക്ക്നെസ്സും ചെറിയ റെസ്റ്റിംഗ് ട്രെമറുകളും മൈൽഡ് കൺഫ്യൂഷൻസും ഉണ്ടാകാം. എന്നാൽ മോഡറേറ്റ് ടു സിവിയർ ടോക്സിസിറ്റി ആണെങ്കിൽ സിവിയർ ട്രെമസും മസിൽ ഫാസിക്കുലേഷൻസും സ്റ്റ്യൂപ്പറും സീഷേഴ്സും, ചിലപ്പോൾ പേഷ്യൻ്റ് കോമയിലോട്ട് പോവുകയും ചിലപ്പോൾ കാർഡിയോവാസ്കുലർ കൊലാപ്സും സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലിഥിയം ടോക്സിസിറ്റി എത്രത്തോളം എഫക്ട് ചെയ്യുന്നു, ഓരോ സിസ്റ്റത്തിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു നോക്കാം. GI സിസ്റ്റത്തിൽ അക്യൂട്ട് ആണെങ്കിൽ 42%, ക്രോണിക് ആണെങ്കിൽ 20% എഫക്ട് ചെയ്യും. നെക്സ്റ്റ് CNS ആണെങ്കിലോ ഡിലേഡ് എഫക്റ്റും, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിലേഡ് എഫക്റ്റ് ആണ് അക്യൂട്ടിൽ, കോമൺ ആയിട്ടുള്ളത് ക്രോണിക്കിലാണ്, അതും 2 millimole കൂടുതലാണെങ്കിൽ. റീനൽ യൂഷ്വലി അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല അക്യൂട്ടിൽ, ക്രോണിക്കിൽ യൂണിവേഴ്സലാണ്, എല്ലാത്തിലും ഉണ്ടാകും. ECG അക്യൂട്ടിൽ നോർമൽ ആയിരിക്കും, എന്നാൽ ക്രോണിക് പേഷ്യൻ്റ് ലിഥിയം ടോക്സിസിറ്റി ആണെങ്കിൽ QT പ്രൊലോങ്ങേഷൻ അവിടെ കാണുന്നു. അക്യൂട്ട് ലിഥിയം ടോക്സിസിറ്റി ആണെങ്കിൽ തൈറോയിഡിൽ വലിയ എഫക്റ്റ് ഒന്നുമില്ല, പക്ഷേ ക്രോണിക്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകാം. റിക്കവറിയും പെട്ടെന്ന്, അക്യൂട്ട് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റും, ക്രോണിക് ആണെങ്കിൽ 10% വരെ അവിടെ ഡിസബിലിറ്റി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലിഥിയം ടോക്സിസിറ്റിയുടെ എഫക്റ്റ്, അക്യൂട്ട് ടോക്സിസിറ്റിയും ക്രോണിക് ടോക്സിസിറ്റിയിലും ഉണ്ടാകുന്ന എഫക്റ്റുകൾ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും ആണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഇനി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് നമ്മുടെ ലിഥിയം ടോക്സിസിറ്റി നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ ട്രങ്കൽ ആൻഡ് ഗേറ്റ് അറ്റാക്സിയ ഉണ്ടാകാം, നിസ്റ്റാഗ്മസ് ഉണ്ടാകാം, ഹൈപ്പർടോണിസിറ്റി ഉണ്ടാകാം, ഷോർട്ട് ടേം മെമ്മറി ഡെഫിസിറ്റുകൾ ഉണ്ടാകാം, ഡിമെൻഷ്യയും റെയറായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പലപ്പോഴും പല ഡിസബിലിറ്റീസും പേഷ്യൻസിന് കാണപ്പെടുന്നു. ലിഥിയം ടോക്സിസിറ്റി ഒരു പേഷ്യൻറ്റ് സംഭവിച്ചു. ആസ് എ നഴ്സ് വി ഷുഡ് നോ അബൌട്ട് ഹൗ ടു മാനേജ് ദിസ് toxicity. There is no specific antidote for lithium toxicity. അതായത് നമ്മുടെ പാരസിറ്റമോൾ പോയ്സണിങ്ങിന് ആൻറ്റിഡോട്ട് ഉണ്ട്, മോർഫിന് ആൻറ്റിഡോട്ട് ഉണ്ട്, അതുപോലെ നമ്മുടെ ഓർഗനോഫോസ്ഫറസിന് ആൻറ്റിഡോട്ട് ഉണ്ട്. പല കെമിക്കൽസിനും പല പോയ്സണിങ്ങിനും ആൻറ്റിഡോട്ട് ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ ലിഥിയത്തിന് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിഡോട്ട് അവൈലബിൾ അല്ല. പകരം നമ്മൾ എങ്ങനെയൊക്കെ അത് മാനേജ് ചെയ്യണം? വൈറ്റൽ സയൻസ് കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുക. അൺയൂഷ്വൽ ആയിട്ടുള്ള സയൻസ് എന്തെങ്കിലും ഉണ്ടാകുമെങ്കിൽ അതവിടെ പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാം. അതുപോലെ ലാബ് സ്റ്റഡീസ്, സീറം ലിഥിയം ലെവൽ നോക്കുക, ഇലക്ട്രോലൈറ്റ് എക്സ്പെഷ്യലി സോഡിയം, RFT, ECG ഇതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക. ഗ്യാസ്ട്രിക് ലാബേജ്, അതായത് അല്പമെങ്കിലും നമ്മുടെ ഗ്യാസ്ട്രിക് കണ്ടന്റിൽ ലിഥിയം ഉണ്ടെങ്കിൽ അത് ഇനി പേഷ്യന്റിനെ അബ്സോർബ് ചെയ്യാതിരിക്കാൻ ബവൽ ഇറിഗേഷനോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ലാവേജോ ചെയ്യുക. അതായത് ലിഥിയം കഴിച്ചിട്ട് 1 hour ആയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഗ്യാസ്ട്രിക് ലാവേജ് ചെയ്യുക. സോ അതുപോലെ ഏതെങ്കിലും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. അതുപോലെ കിഡ്നി ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ ഹീമോഡയാലിസിസ് ടു റിമൂവ് എക്സസ് ലിഥിയം ഫ്രം ബ്ലഡ്. നമ്മുടെ കിഡ്നി ഡയാലിസിസ്, റീനൽ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ലിഥിയത്തെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇഫ് സപ്പോസ് എനി സീഷർ ഒക്കേഴ്സ് we should give anticonvulsant medicines. In this way we can manage lithium toxicity. എന്തെല്ലാം ചെയ്യണം? സ്പെസിഫിക് ആയിട്ട് ആൻറ്റിഡോട്ട് ഒന്നുമില്ല, വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യുക, ലിഥിയം ലെവലും ഇലക്ട്രോലൈറ്റ് ലെവലും RFTയും ECGയും ചെക്ക് ചെയ്യുക. ഗ്യാസ്ട്രിക് ലാവേജ് ഡ്രഗ് എടുത്ത് വിതിൻ 1 hour ആണെങ്കിൽ ഗ്യാസ്ട്രിക് ലാവേജ് ബവൽ ഇറിഗേഷൻ ചെയ്യുക. ഇലക്ട്രോലൈറ്റ് ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ IV ഫ്ലൂയിഡ് കൊടുക്കുക. ഹീമോഡയാലിസിസ് ചെയ്യുക. ആൻറ്റി കൺവൾസൻസ് വേണമെങ്കിൽ
അത് അഡ്മിനിസ്റ്റർ ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ആർ ദ നഴ്സസ് റെസ്പോൺസിബിലിറ്റീസ്? ആസ് എ നഴ്സ് ഒരു ലിഥിയം ടോക്സിസിറ്റി ഉള്ള പേഷ്യൻ്റ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്? ബേസ് ലൈൻ ഇവാലുവേഷൻ, ECG, LFT, RFT, യൂറിൻ അനാലിസിസ് ചെയ്യുക. സീറം ലിഥിയം ലെവല് ഓരോ 3-4 ദിവസവും ലിഥിയം കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഓരോ 3-4 ദിവസം കഴിയുമ്പോഴും ലിഥിയത്തിൻ്റെ മോണിറ്ററിങ് ഇനിഷ്യൽ ഫേസസിൽ എവറി 1 to 2 months വീക്ക്ലി മോണിറ്ററിങ് നമ്മളവിടെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യണം. ഓരോ ആഴ്ചയിലും ലിഥിയത്തിൻ്റെ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ലിഥിയം ഷുഡ് ബി മോണിറ്റേർഡ് അറ്റ് ദ 12th hour ഓഫ് ലാസ്റ്റ് ഡോസ്. അസസ് ഓഫ് ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, പെർസിസ്റ്റന്റ് തേഴ്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം യൂറിൻ ഔട്ട്പുട്ട് കൂടിയാലും യൂറിൻ്റെ അളവ് കൂടിയാലും നമുക്ക് ദാഹം കൂടുന്നുണ്ടെങ്കിലും അതിൽ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കുറയുന്നു എന്നായിരിക്കാം. സോ സോഡിയം ലെവൽ അവിടെ അസസ് ചെയ്യുന്നത് വളരെയധികം അത്യാവശ്യമാണ്. തെറാപ്യൂട്ടിക് റെസ്പോൺസ് എങ്ങനെയാണെന്ന് അസസ് ചെയ്യുക. അതുപോലെ ലിഥിയം എടുക്കുന്ന പേഷ്യൻസിന് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, ആഫ്റ്റർ മീൽ കഴിക്കണം, ബിഫോർ മീൽ കഴിക്കണം എന്നൊക്കെ. അതുപോലെ ലിഥിയം എടുക്കുന്ന പേഷ്യൻസിന് എന്തൊക്കെ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ നമ്മൾ നൽകണം. ആഫ്റ്റർ മീൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആഫ്റ്റർ മീൽസ്. എത്രയാണോ ഡോസ് എടുക്കാൻ പറഞ്ഞത് ആ കറക്റ്റ് ഡോസ് തന്നെ എടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ലിഥിയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതൊരു ഡ്രഗിനെ കുറിച്ചും, ഏതൊരു സൈക്കാട്രിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ഏതൊരു മെഡിക്കൽ ഡിസോർഡേഴ്സിനുള്ള ഡ്രഗ്സ് പഠിച്ചാലും ഈ രീതിയിൽ ഇതേ ഓർഡറിൽ തന്നെ ഡ്രഗ് എന്താണ്, ഏത് ക്ലാസിഫിക്കേഷനാണ്, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്, അതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് എന്തൊക്കെയാണ്, ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, ആൻറ്റിഡോട്ട് എന്തൊക്കെയാണ്, അതുപോലെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, നഴ്സസ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ട് അത് പഠിക്കുക. അതുപോലെ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ പഠിക്കുക. ഇതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് 1st സെമസ്റ്റർ മുതൽ 7th സെമസ്റ്റർ വരെയുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻസിനുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ഞങ്ങൾ നൽകുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. വളരെ കുറഞ്ഞ ഫീസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ടിൽ യുവർ എക്സാം നൽകുന്നതായിരിക്കും. ഓക്കെ, താല്പര്യമുള്ളവർ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡു നോട്ട് ഡിസ്കണ്ടിന്യൂ. എന്തൊക്കെയാണ് മറ്റു പോയിന്റുകൾ പഠിക്കാനുള്ളത്? പേഷ്യൻ്റ് എഡ്യൂക്കേഷനിൽ ഒന്ന്, ഡ്രഗ്സ് ആഹാരശേഷം എടുക്കുക. എത്രയാണോ ഡോസ് പറഞ്ഞിരിക്കുന്നത് അത്ര തന്നെ കൃത്യമായിട്ട് കഴിക്കുക. അതുപോലെ ഒരിക്കലും ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഡ്രഗ് ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്. ഡു നോട്ട് ഡിസ്കണ്ടിന്യൂ ദ ഡ്രഗ് എക്സെപ്റ്റ് ഫിസിഷ്യൻ അഡ്വൈസ്. തേഴ്സ്റ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ മേ ഒക്കെ ദാഹവും യൂറിനേഷൻ്റെ ഫ്രീക്വൻസി കൂടുകയും ചെയ്യാം, അത് ഇൻഫോം ചെയ്യുക. ഓറൽ ഫ്ലൂയിഡ് ഇൻടേക്ക് 2-3 ലിറ്റർ പെർ ഡേ എപ്പോഴും വെള്ളം കുടിക്കണം. നോർമൽ സാൾട്ട് ഇൻടേക്ക്, അതായത് നമ്മുടെ ഉപ്പ് അടങ്ങിയ ആഹാരം ആവശ്യത്തിന് കഴിക്കണം. ഡീഹൈഡ്രേഷൻ അവോയ്ഡ് ചെയ്യുക. എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സുകൾ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഇൻഫോം ചെയ്യാൻ പറയുക. അതുപോലെ റെഗുലർ ചെക്കപ്പും ബ്ലഡ് ടെസ്റ്റുകൾ നടത്താൻ നിർദ്ദേശിക്കുക. These are the important points to be taught for the patient when they are advised to take lithium. Okay, now I think നിങ്ങൾക്ക് ഈ ഒരു ലിഥിയത്തിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഏത് പേഷ്യൻറ്റിന് എന്തിനു വേണ്ടി കൊടുക്കുന്നു, എന്തൊക്കെ പ്രിക്കോഷൻസ്, എന്തൊക്കെ സൈഡ് എഫക്ട്സ്, എന്താണ് അതിൻ്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത്, ഏത് ലെവലിന് മേലെയാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂഷൻ കിട്ടാൻ വേണ്ടി ഓഫീസ് നമ്പർ ഇതിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ചാനലൊന്ന് റെഫർ ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ്, തിയറി ക്ലാസ്സസ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.